നമ്മൾ നാട്ടിൽ ഏതുവഴി തെണ്ടി തിരിഞ്ഞ് പോയാലും ഫൈനലി നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഷോപ്പുണ്ട്, നമ്മുടെ കൊട്ടാരം ബേക്കേഴ്സ് കേട്ടോ. അതിപ്പോൾ എവിടെ പോയാലും കൊട്ടാരത്തിൽ വന്നായിരിക്കും നമ്മുടെ യാത്ര ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ പൊൻകുന്നം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ വരുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം അവിടുന്ന് കോഫി കുടിക്കുക, സാധനം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതുമായ എല്ലാ ബസ്സും അങ്ങനെ അവിടെ വായി നോക്കി നിന്നപ്പം നെടുങ്കണ്ടത്തുനിന്ന് കോട്ടയത്തിന് പോകുന്ന നമ്മുടെ ഹോളി മരിയ ജേഡൻസ് വന്നു കേട്ടോ. പിന്നെ വണ്ടി നോട്ടമായി, ഫോട്ടോ എടുക്കലായി. ഞാൻ പറഞ്ഞില്ലേ, ഈ കറക്റ്റ് പോയിന്റ് നിൽക്കുവാണെങ്കിൽ വണ്ടി വരുന്നതും സ്റ്റാൻഡിൽ കയറുന്നതും പോകുന്നതും ഒക്കെ കാണാം. നമ്മൾ ശരിക്കും നമ്മുടെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് വന്ന് നിന്നൊന്നുമല്ല, നമ്മൾ കാഞ്ഞിരപ്പള്ളി വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു നമ്മുടെ വണ്ടി വരുന്ന സമയമായി, അതുകൂടെ കഴിഞ്ഞിട്ട്. അങ്ങനെ കോട്ടയത്തിനുള്ള ജേഡൻസ് പോയതിൻ്റെ പുറകെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ള ഹോളി മരിയം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാവും കണ്ട അവൻ കേട്ടോ ഫ്രണ്ട്സിനെ വിളിക്കുന്നേ. ചങ്ങനാശ്ശേരി കട്ടപ്പന വണ്ടി പൊൻകുന്നം കൊണ്ട് സർവീസ് നിർത്തുക രാത്രിയിൽ. അതുകൊണ്ടാണ് പിന്നെ അത് സ്റ്റാൻഡിൽ കയറാൻ കേട്ടോ. അങ്ങനെ വണ്ടിയെല്ലാം കണ്ട് ഈ കറക്റ്റ് സമയത്ത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ രണ്ട് വണ്ടി ഒന്നിച്ച് വരുന്നത് കാണാം. അങ്ങനെ വണ്ടിയെല്ലാം കണ്ട് വണ്ടിക്കാരോട് ബൈയും പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഞങ്ങളുടെ കുഞ്ഞാനിയുടെ വീട്ടിൽ പോയി. കുഞ്ഞാനി എന്ന് പറഞ്ഞാൽ പപ്പയുടെ ഏറ്റവും ഇളയ സിസ്റ്റർ, ബിന്നി പോൾ എന്ന യഥാർത്ഥ പേരുള്ള, ഞങ്ങളെല്ലാവരും കളിയാക്കി കിളി പോൾ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാൻറ്റി. ശരിക്കും പിള്ളേർ സെറ്റ് എല്ലാം ഒരു സൈഡിൽ കൂടി കേട്ടോ. അവരൊരു മുറിയിൽ, ഞങ്ങൾ വലിയവരെല്ലാം ഒരു മുറിയിൽ. അങ്ങനെ ഇതിലിപ്പോൾ ഒരു കുടുംബസംഗമം ഒന്നുമല്ല, കണ്ട അങ്ങനെ തോന്നുമെങ്കിലും ശരിക്കും സംഭവം എന്നാന്ന് വെച്ചാൽ ചെറുക്കനെയും പെണ്ണിനെയും വിരുന്നിന് വിളിച്ച ചടങ്ങാണ് ഈ കാണുന്നത്. നമ്മുടെ കുടുംബത്തിൽ എന്താണെന്ന് അറിയത്തില്ല, വിരുന്നിന് വിളിക്കുന്നിടത്ത് സാധാരണ ചെറുക്കനും പെണ്ണും തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആ നാട്ടുകാരില്ല കേട്ടോ, ആ കുടുംബത്തിലുള്ള മിക്ക ആൾക്കാരും ഉണ്ടാവും, എല്ലാവരെയും കൂടെ വിളിക്കുന്നത്. ലോകത്ത് ഇത്രയും ഗതികെട്ട ചെറുക്കനും പെണ്ണും കാണുകയല്ലേ. ഇവരുടെ വീട്ടിൽ മാത്രമല്ല, കുഞ്ഞാനിയുടെ വീട്ടിൽ മാത്രമല്ലായിരുന്നു കേട്ടോ, എല്ലാ വീട്ടിലും ഇവരെ വിരുന്നിന് വിളിച്ചപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നെന്നുള്ള. നമ്മുടെ മോഹൻലാലിൻ്റെ ഉർവശിയുടെ ഒരു മൂവി ഇല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് അവർ കുടുംബക്കാരും മൊത്തത്തോടെ ഒന്നിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ പോലെ, കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് ഒരു കുടുംബം മൊത്തത്തോടെ, ആ സ്വന്തം കുടുംബമല്ല, കുടുംബ കസിൻസും എല്ലാവരും കൂടെ ഒന്നിച്ച് വിരുന്നിന് പോകുന്നത്. ഞങ്ങളുടെ പുതുമണവാളൻ അഖിലും പുതുമണവാട്ടി അനു അഖിലിനോട് ചോദിക്കുന്നതാണ്, ഇനി ഇതുപോലത്തെ നല്ല നല്ല ആചാരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ അഖിലെന്ന്. അതിൻ്റെ ഇടയിൽ പിള്ളേർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ വന്ന് എൻ്റെ ഉടുപ്പിനടിയിൽ കയറി ഇരിപ്പുണ്ട്. അവനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടും അവനെ മാത്രം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ആ കുരുട്ട് സാധനം ഭദ്രമായിട്ട് എൻ്റെ ഉടുപ്പിനടിയിൽ കയറി ഇരിക്കുമല്ലേ. ആരാടാ കൊന്നേ? ആ അച്ചാച്ചൻ പുറത്തുണ്ട്. അങ്ങനെ പിള്ളേരുടെ ഹൈഡ് ആൻഡ് സീക്ക് നല്ല തകൃതിയായിട്ട് ഒരു സൈഡിലും, ഞങ്ങൾ യൂത്തന്മാർ എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് കസിൻസിൻ്റെ ഗ്യാങ് വേറൊരു സൈഡിൽ പരദോഷണമായിട്ട് കൂടി കേട്ടോ. പിന്നെ വേറൊരു ഗ്യാങ് ഉണ്ട്, അവരാണ് ഗ്ലാസ്മേറ്റ്സ്. അവരെല്ലാവരും ഗ്ലാസ്സുമായിട്ട് വേറൊരു കോർണറിലും കൂടി. നമ്മൾ പിള്ളേരുടെ പ്രായം കഴിഞ്ഞു പോയതിനാലും ഗ്ലാസ്മേറ്റ്സിൻ്റെ ഗ്യാങ്ങിൽ നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തവരുമാണ് ഈ ഇരിക്കുന്നവർ. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ നല്ല നടപ്പിന് പഠിക്കുന്നവർ, ഒരു ദുശീലവും ദുസ്വഭാവം ഇല്ലാത്ത നല്ല കുട്ടികൾ എന്ന് നമ്മളെ വിളിക്കാം. കൗണ്ട് ചെയ്യുന്നാരാ? ടൈമർ ഞങ്ങള് കണ്ട് എങ്ങോട്ടാ പോകുന്നോ?
എന്ത് ബഹളമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല ഞങ്ങളെ കസിൻസിന്റെ ഗ്യാങ്. കുറെ പേർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വൈകുന്നേരം എത്താൻ പറ്റിയില്ല. പിന്നെ 1-2 പേർക്ക് കുറച്ച് അസുഖങ്ങളും പനിയും ജലദോഷമായിട്ട് അങ്ങനെയും കുറച്ച് പേര് വന്നില്ല. അതല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആരംഭവും ആൾക്കാരും ഉണ്ടായിരുന്നേനെ. അങ്ങനെ കളിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് ഫുഡിന്റെ സമയമായി. ആദ്യം എല്ലായിടത്തും ഓഫ് കോഴ്സ് പിള്ളേരെയാണല്ലോ ഫുഡിനെ നമ്മൾ വിളിക്കുന്നത് അല്ലേ. അങ്ങനെ ഫസ്റ്റ് പിള്ളേർ സെറ്റിന്റെ ബാച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ കുടുംബത്തിലെ പിള്ളേർ സെറ്റ് നമ്മളായിരുന്നു, അവരുടെ മക്കളാണ് ഇവരെല്ലാം. ഒന്ന് ഓർത്തു നോക്കിയേ, കസിൻസിന്റെ നെക്സ്റ്റ് ജനറേഷൻ വന്നു. എന്ത് പെട്ടെന്നല്ലേ വർഷങ്ങൾ പോകുന്നേ. എനിവേ അതൊന്നും ചിന്തിച്ചിരിക്കാൻ സമയമില്ലേ. എനിവേ അങ്കിളും ആൻറ്റിയും പിള്ളേർക്ക് നന്നായിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ആദ്യം കട്ട്ലൈറ്റും ചള്ളാസുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രെഡും മട്ടൺ സ്റ്റൂവും പിന്നെ പാലപ്പവും ചപ്പാത്തിയും ചിക്കൻ കറിയും പോർക്കും. ഇത്രയായിരുന്നു ഡിഷ് കേട്ടോ. കൊള്ളാം അല്ലേ. ഡിന്നർ ആയിരുന്നത് കൊണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ഡിന്നർ എന്ന് വേണമെങ്കിലും പറയാം. ഞാൻ ചിന്തിച്ചത് അതല്ലേ, ഇതിനകത്ത് ഈ ബ്രെഡ് ഒഴിച്ചു ബാക്കി എല്ലാം ആൻറ്റി കുക്ക് ചെയ്താ. ഞങ്ങളെ ഒഴിച്ച് ചെറുക്കനെയും പെണ്ണിനെയും മാത്രം വിളിക്കുമായിരുന്നേ ആൻറ്റിക്ക് ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു. ഇത് ഇത്രയും പേരെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ആൻറ്റി എപ്പോൾ തൊട്ട് കുക്ക് ചെയ്താന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയാണ്. നമ്മുടെ ഫാമിലീസിലെല്ലാം ആരെങ്കിലും വിരുന്നിനോ ഫുഡിനോ എന്തിനെങ്കിലും വിളിച്ചാൽ ഒരു പഞ്ചായത്ത് മൊത്തത്തോടെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഇത് ശീലമായിട്ടുണ്ട്. ഈ ബോണ്ടിങ് എല്ലാം കണ്ടു വളർന്നത് കൊണ്ട് ഞങ്ങളും. പിന്നെ ഈ കാണുന്നത് എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പുതുമണവാളിനെയും മണവാട്ടിയെയും വിരുന്നിന് വിളിക്കുമ്പോൾ അവർക്ക് മധുരം കൊടുത്ത് സ്വീകരിക്കണം എന്നാ. ശരിക്കും പറഞ്ഞാൽ വൈൻ കൊടുത്താൽ സ്വീകരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വൈൻ ഇല്ലായിരുന്നു. അവർ ഗ്ലാസ് മേറ്റ്സ് മൊത്തം വൈനും കൂടെ കുടിച്ച് തീർത്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് വൈൻ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം കുറച്ച് കോക്ക് കൊടുത്ത് അങ്കിൾ അവരെ അങ്ങ് സ്വീകരിക്കുന്നതാണ്. ഇത് അടുത്ത മനോഹരമായ വേറൊരു ആചാരം. എന്തോരം ആചാരങ്ങളല്ലേ. അങ്ങനെ പിള്ളേർ സെറ്റിനെല്ലാം ഫുഡ് കൊടുത്തു. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ കൊടുത്ത് അവരെ നേരെ ലിവിങ് റൂമിലോട്ട് വിട്ടു. ഇനി ഞങ്ങൾ മുതിർന്നവരുടെ ഡിന്നറടിയെന്ന് മുതിർന്നവരുടെ ഫുഡടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളും കട്ട്ലേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ബീഫ് കട്ട്ലേറ്റും നല്ല ചള്ളാസും. ഓഹ്, ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ ആ സൈഡിലെ കട്ട്ലേറ്റ്, അത് ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് റെസ്റ്റോറൻറ്റിലൊന്നും വാങ്ങിച്ചാൽ ആ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. എൻ്റെ പൊന്നു മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ നസ്രാണി കല്യാണത്തിന് ആദ്യത്തെ സ്റ്റാർട്ടർ ഇതായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള കട്ട്ലേറ്റും നല്ല ചള്ളാസും. ഇപ്പോഴും എൻ്റെ മനസ്സിലല്ല, എൻ്റെ മൂക്കിൽ ആ മണമുണ്ട് കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റും ചള്ളാസും ഒക്കെ കഴിച്ചു. പിന്നെ നല്ല പാലപ്പവും മട്ടൺ സ്റ്റൂവും കഴിച്ചു. പിന്നെ നല്ല പോർക്ക് പെരളനുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം അടിച്ച് പൊളിച്ച് കഴിച്ചു. ഇനി അടുത്തത് സെൽഫി. പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒന്നൊരു സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് മസ്റ്റല്ലേ, ഇത് മാൻഡേറ്ററിയാ. അതല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഗ്രൂപ്പിൽ കസിൻസ് ചോദിക്കും, നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോസ് സെൻഡ് ചെയ്യുക, വീഡിയോസ് സെൻഡ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം തന്നെ ഫോട്ടോസൊക്കെ എല്ലാവർക്കും സെൻഡ് ചെയ്തു. ഇനി അടുത്തത് യാത്ര പറച്ചിൽ. ഈ കെട്ടിപ്പിടുത്തവും ബഹളവും കണ്ടാത്തൊന്നും ഇവന്മാർ ഈ പഞ്ചായത്ത് നാടും വിട്ടുപോകണമെന്നല്ലേ? ഒരിക്കലുമല്ല. നമ്മുടെ വീട്ടിലെ അടുത്ത ആചാരം ഇതാണ്. എല്ലാവരും പിരിയാൻ നേരം എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പിരിയുന്നത്. അങ്ങനെ വർത്തമാനം പറച്ചിലും ഫുഡടിയും ബഹളവും മേളാങ്കീരും പാട്ടും കൂത്തും എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറയുക കേട്ടോ. കുഞ്ഞാനിക്കൊക്കെ ഭയങ്കര വിഷമം നമ്മൾ പോരാൻ നേരം. എല്ലാവരും ഒന്നും അവിടെ നിന്നും പോകുന്നില്ല, കുറച്ച് പേര് അവിടെ കിടക്കുന്നുണ്ട്. അതാണ് അതിനേക്കാളും. അതിൻ്റെ കാരണം വെറുതെ എന്തിനാ രാത്രി കാഞ്ഞിരപ്പള്ളി പോലീസിന് കൊണ്ട് കാശ് കൊടുക്കുന്നത്? ആ ഒരു റിസ്ക് എലമെന്റ്സ് ഉള്ളത് കൊണ്ട് കുറച്ച് പേര് അവിടെ കിടന്നിട്ട് രാവിലെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ കാശ് കൊണ്ട് ആരും സൂഹിക്കണ്ട.